ഹായ്, ഫുൾ മൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് ഒരു ആംബാർ ചെയ്യുന്നത് നോക്കിയാലോ? യെസ്, ഇതാണ് ഫുൾ മൗണ്ട്. ഫുൾ മൗണ്ടിൽ നമ്മൾ ആംബാർ ചെയ്യാൻ നോക്കുമ്പോൾ ഹൈ മൗണ്ടിലോട്ടൊന്ന് കയറിയിരിക്കാം. ഹൈ മൗണ്ടിലോട്ട് കയറിയിരിക്കുമ്പോൾ നമുക്ക് ഈ ആംസ് കുറച്ചുകൂടെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ മൂവ്മെന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ അവർക്ക് കുറച്ചുകൂടെ മൂവ്മെന്റ് കുറച്ചുകൂടെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ദെൻ ആഫ്റ്റർ നമ്മളുടെ ഏതെങ്കിലും ഒരു ആം അവരുടെ ഹെഡിന്റെ ഇടയിൽ കൂടെ ക്യാച്ച് ചെയ്യുക. ഹെഡിന്റെ ഇടയിൽ കൂടെ അവരുടെ ഷോൾഡറിനെ ക്യാച്ച് ചെയ്ത് ഒന്ന് ലിഫ്റ്റ് കണ്ടോ, ക്യാച്ച് ചെയ്ത് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ക്യാച്ച് ചെയ്ത് അതേ ഭാഗത്തുള്ള കാല് സെയിം സൈഡ് ലെഗ് എന്ത് ചെയ്യാം, നേരെ ഒന്ന് സ്റ്റെപ്പിൻ ചെയ്യാം. സ്റ്റെപ്പിൻ ചെയ്തതിനു ശേഷം നമ്മളുടെ ഈ ലെഗ് ഒന്ന് അപ്പ് ചെയ്ത് നേരെ ക്ലോസ്, ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവരുത്, ക്ലോസ് ചെയ്തൊന്ന് അപ്പ് ചെയ്യുക. അപ്പ് ചെയ്ത് നമ്മൾ ഈ പൊസിഷനിലോട്ട്, ഈ പൊസിഷന്റെ പേരാണ് എസ് മൗണ്ട്. ആൻഡ് എസ് മൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവർ ആംബാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹാൻഡ് നമ്മളുടെ ബോഡിയിലോട്ട് അല്ലെങ്കിൽ ചെസ്റ്റിലോട്ട് എന്ത് ചെയ്യുക, ഒന്ന് ടൈറ്റ് ചെയ്ത് പിൻ ചെയ്ത് വെക്കുക. ആൻഡ് നമ്മൾ ഫോർവേഡ് ഒന്ന് ബോഡി വെയിറ്റ് ഇട്ട ശേഷം ഈ ലെഗ് ഒന്ന് സ്വിങ് ചെയ്ത് നേരെ അവരുടെ മുകളിലോട്ട് ഇടുക. മുകളിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്കാണ് കാല് സ്ട്രൈറ്റ് ചെയ്ത് വെക്കുക. അത് ചെയ്യാണ്ട് എന്ത് ചെയ്യുക, ലെഗ് ഒന്ന് ഇങ്ങനെ ബൈറ്റ് ചെയ്യുക. ബൈറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ബൈറ്റ് ചെയ്തതിന് ശേഷം ഈ രണ്ട് മുട്ട് ക്ലോസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഇങ്ങനെ പിൻ ചെയ്യുക. പിൻ ചെയ്ത് നേരെ താഴത്തോട്ട് കിടക്കുക. താഴത്തോട്ട് കിടന്ന ശേഷം ഈ തമ്പ് നേരെ ടു സ്കൈ മുകളിലോട്ടായിരിക്കണം. ആൻഡ് ഒരു കൈ തമ്പിലും ഒരു ഹാൻഡ് ഇവിടെ പിടിച്ച് നേരെ ഹിപ്പ് ഒന്ന് ടപ്പ് ചെയ്യുക. പറയും ഓക്കെ. വൺസ് മോർ ഐ മൗണ്ട്, ക്യാച്ച്, എസ് മൗണ്ട് ആൻഡ് ക്യാച്ച് ചെയ്യുക ആൻഡ് get the armbar. Okay.